Hello, welcome back to Commerce Easy Notes. Today we are going to discuss on corporate tax part 2, where we discuss about the techniques of corporate tax planning in respect of amalgamation, tax consideration on capital structure, cost of capital and its tax treatment for debentures, cost of capital and its tax treatment for equity and preference shares. These all topics are discussed in detail in this video. Here we are going to discuss about the techniques of corporate tax planning. There are two types of employers' remuneration. In which aspect we'll have to discuss about the planning side. Firstly, when you're ensuring that calculating business income of the employer, when the remuneration of the employee is fully deductible, the tax in the purview fully deduct ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവരുടെ remuneration എങ്കിൽ നമ്മൾ ഒരു രീതിക്കുള്ള ടാക്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യണം. അല്ല റെമുനറേഷനിലെ കൺസെഷൻ റേറ്റിലാണ് ടാക്സ് എങ്കിൽ അതിന് വേറെ ടെക്നിക്. ഇങ്ങനെ രണ്ട് രീതിക്കാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് പ്ലാൻ ചെയ്യേണ്ടത്. There should be certain deductions of remuneration in hands of employer. അപ്പോൾ എംപ്ലോയറിൻ്റെ റെമുനറേഷനിൽ നിന്ന് ചില ഡിഡക്ഷൻസ് അവൈൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിസ്റ്റാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് വൺ മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതിലെല്ലാം remuneration to employees engaged in carrying on scientific research carry out ചെയ്യുന്ന എംപ്ലോയിയുടെ നിന്ന് remuneration നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. Insurance premium on health of employees, bonus and commission to employees, employees' contribution towards PF and gratuity, employees' contribution to staff welfare scheme, family planning expenditure, payment of salary, allowance, perquisites, salary payable outside India, payment of salary to relatives, payment of salary exceeding 20,000 in cash or bearer check. ഇതൊക്കെയാണ് നമ്മുടെ ഡിഡക്ഷൻസ് അവൈൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് അമാൽഗമേഷൻ കമ്പനീനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ടാക്സ് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പം അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സിന് പേർവ്യൂല് സെക്ഷൻ 2(1)(b) ആണ് അമാൽഗമേഷൻ കമ്പനിയായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അമാൽഗമേഷൻ കമ്പനി മീൻസ് one or more companies with another company or the merger of two or more companies to form a new company. ഇതിനെയാണ് നമ്മൾ അമാൽഗമേഷൻ ആയിട്ട് പറയുന്നത്. ഈ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 2(1)(b) ആണ്. സെക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സിൽ. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം. ഇനി അടുത്തത് ടാക്സ് കൺസെഷൻ അവൈലബിൾ അമാൽഗമേഷൻ സെക്ഷൻ 2(1)(b) ഞാനത് പറയുന്നത്. അമാൽഗമേഷൻ കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് നോൺ റീചാർജബിൾ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസെറ്റ് ഇൻക്ലൂഡിംഗ് ഷെയർസ് ഹെൽഡ് ബൈ ഷെയർ ഹോൾഡർ അറ്റ് ദ ടൈം ഓഫ് അമാൽഗമേഷൻ. എലിജിബിലിറ്റി ഓഫ് അമാൽഗമേറ്റഡ് കമ്പനി പറയുമ്പോൾ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്. In eligibility of amalgamate company of deduction acquisition on patent rights or copyright. The similar deductions of expenditure know-how provided in amortization of expenditure for telecom license fees, in amortization of certain preliminary expenses, amortization of expenditure on amalgamation, amortization of expenditure with respect to certain minerals, the writing of bad debts, computation of written down value of fixed assets in case of amalgamated company, the continuance of deductions available, the benefits of carrying forward and set off accumulated losses അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും സെറ്റ് ഓഫ് ചെയ്യാൻ അതൊക്കെ നമുക്ക് ടാക്സ് കൺസെഷനിൽ പറ്റും. പിന്നെ അത് വിട്ട് പിന്നെ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. അപ്പം നമ്മൾ ചില സ്പെസിഫൈഡ് ഇൻകത്തിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം ഡിഡക്റ്റ് ചെയ്യാം ടാക്സ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിഡക്ഷൻ ഓഫ് tax at source ആയിട്ട് പറയുന്നത്. അപ്പോൾ പേഴ്സൺ റെസ്പോൺസിബിൾ ടു മേക്കിംഗ് ദ പേയ്മെൻറ്റ് ഇൻകം ടാക്സ് പെർവ്യൂവിൽ ഡിഡക്റ്റ് ചെയ്യാം. ബോത്ത് റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ആയാൽ ഫിനാൻഷ്യൽ ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള റേറ്റിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടാക്സ് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ടാക്സ് കൺസിഡറേഷൻ ഓൺ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചർ രണ്ട് രീതിക്കുണ്ട്, ഡെപ്റ്റ് ആൻഡ് ഈക്വിറ്റി. രണ്ട് രീതിക്ക് നമുക്കൊരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ റേസ് ചെയ്യാം. ആ മെത്തേഡ് ഓഫ് ഫിനാൻഷ്യൽ ഓപ്പറേഷനും ഗ്രോത്ത് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ടും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക
കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലോങ് ടേം ഡെപ്റ്റും സ്പെസിഫിക് ഷോർട്ട് ടേം ഡെപ്റ്റ്, കോമൺ ഇക്വിറ്റി, പ്രിഫേർഡ് ഇക്വിറ്റി, അങ്ങനെയൊക്കെ പല രീതിക്ക് അവർ മിക്സ്ചർ ആയിരിക്കും അവർ ഫോളോ ചെയ്ത്. അപ്പോൾ മെയിൻലി നമ്മൾ പറയുമ്പോൾ ഡെപ്റ്റും ഇക്വിറ്റി. അപ്പോൾ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ബ്രേക്ക് അവെയിൽ ചെയ്യാൻ പറ്റും. അതായത് ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യാനും പക്ഷെ നമുക്ക് ടാക്സിന് കൺസെഷൻസ് അവൈലബിൾ ആണ്. വേറെ ഇക്വിറ്റിക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ടാക്സ് ട്രീറ്റ്മെന്റ് ഫോർ ഡിബെഞ്ചേഴ്സ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഇസ് ഫോർ ലോൺസ് ഓർ ഡിബെഞ്ചർ റെഫേഴ്സ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിബെഞ്ചർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ആ അമൗണ്ടിൽ എന്ത് ചെയ്യാം, ബോറോ ചെയ്യാം, അതിന് ടാക്സ് ഡിഡക്ഷനും അവൈൽ ചെയ്യും. Tax treatment of interest is 100% deductible. ഇപ്പോൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 100% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. The conditions are paid during the previous year. If not paid, it must be paid on or before due date of furnishing return of income, and interest on any loan from public financial institutions like IDBI, and interest are taken from a scheduled bank including a cooperative bank. The condition satisfy ചെയ്താൽ നമുക്ക് എന്താണ് 100% ടാക്സ് ഡിഡക്റ്റബിൾ ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ടാക്സ് ട്രീറ്റ്മെന്റ് ഫോർ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അപ്പം നമ്മളോട് പറഞ്ഞ ഡിവിഡൻഡിന്റെ കാര്യമാണ് എനിക്ക് മെയിനായിട്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ എങ്ങനെയാണ് ടാക്സ് പേയ്മെന്റിൽ എങ്ങനെയാണ് പ്ലാനിങ് സൈഡിൽ വരുന്നത്. അപ്പം ഡിവിഡൻഡ് പേ ടു ഷെയർ ഹോൾഡർ ഇറ്റ് ഇസ് നോട്ട് ഡിഡക്റ്റബിൾ അറ്റ് ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡിഡക്റ്റബിൾ അല്ല. when it is paid out of profit of the company, കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ അടുത്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് അല്ല. whereas in such dividend distribution tax shall be paid at 15% plus surcharge of 5% and plus education cess 2%, പിന്നെ SHESC at 1% of amount. അപ്പോൾ എത്ര എമൗണ്ട് ആണോ ഡിക്ലെയർഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ പെയ്ഡ് ആണോ അതിൻ്റെ മുകളിൽ വേണം ഈ പേയ്മെൻറ്റ്സ്. പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയറിൻ്റെ മേലിൽ ടാക്സ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ഓഫ് ദ ഷെയർ ടാക്സ് ചെയ്യാതെ ഡീംഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ, പിന്നെ വെൻ ബോണസ് ആർ ഇഷ്യൂഡ് ഇൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദേ ഇഷ്യൂഡ് ടു ബി ഡിവിഡൻഡ് ആൻഡ് ലയബിൾ ടു ടാക്സ് ആൻഡ് redeemable preference are issued at bonus and their redemption the amount shall be tax distributed and expense on issue of bonus are deductible. Supreme Court judgeന്റെ കോഡ് പ്രകാരം പറഞ്ഞിട്ടുള്ള റേറ്റ് അതും പേയ്മെന്റ് നടത്തും. Payments on issue of bonus share allowed as deduction as per Supreme Court judges. അപ്പോൾ expenses of issue of bonus share exempt deductible ആണ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ടാക്സ് പേയ്മെന്റ് കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ പ്രോപ്പർ പേയ്മെന്റ് മാത്രം നടത്തി പോവാം. അത് ആണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു ബിസിനസ്. അപ്പോൾ ഇനി അടുത്തത് സ്പെസിഫൈഡ് ബിസിനസ്സിന് എങ്ങനെയാണ് ടാക്സ് കൺസിഡറേഷൻ എന്ന് നോക്കാം. അത് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വന്നത് റെമ്യൂണറേഷനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ അമാൽഗമേഷൻ, അതിൻ്റെ കൺസെഷൻസ്, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത് അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിവിഡൻറ്റും പ്രിഫറൻസ് ഷെയർസിൻ്റെയും ഒരു മിക്സ്ചർ വെച്ചിട്ട് എങ്ങനെയാണ് അത് നമുക്ക് ബെനിഫിഷ്യലായി വരുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ്